നന്ദി മനോജ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1646 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിട്ടുള്ളത് ഡോക്ടർ PK നമ്പൂതിരി സാറാണ്. ചീഫ് ഫിസിഷ്യൻ, കേരവൽ ഹോമിയോ ക്ലിനിക്, അയർക്കുന്നം, കോട്ടയം. ISKയുടെ വിവിധ വേദികളിൽ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ഡോക്ടർ. 46 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. എൻ്റെ ചികിത്സാനുഭവങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ന് ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ PK നമ്പൂതിരി സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. ഹലോ, കേൾക്കാമോ? കേൾക്കാം സാർ. 1646 ദിവസം ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും നിരവധി പ്രമുഖര് ക്ലാസ് നയിച്ച പേര്. ഇത് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ള കാരണം, ഞാൻ വളരെ ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതിന് ശേഷം കുറച്ച് ക്ലിനിക്കൽ ടിപ്സ് പറയാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ടഫ് സബ്ജക്റ്റ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ കേൾക്കുന്ന പല ആളുകൾക്കും സ്വാഭാവികമായിട്ടും പൂർണ്ണമായും മനസ്സിലാവുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ടഫ് സബ്ജക്റ്റിലോട്ട് വന്നത്. എന്നാലും നമ്മളത് മനസ്സിലാക്കി എടുക്കണം. പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന പല കാരണങ്ങൾ ഉള്ളത് കൊണ്ട് ആണ് ഞാനത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാം. കാരണം അത് ചിലപ്പോൾ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നാം, എങ്കിൽ തന്നെയും അതിനെ എന്നോട് ക്ഷമിക്കുക. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സബ്ജക്റ്റിലേക്ക് ഞാൻ വരുന്നത് കൊണ്ട്. അതിനുശേഷം ഞാൻ കുറച്ചു നേരം ഒരു 15-20 മിനിറ്റ് ഞാൻ നമുക്ക് കുറച്ച് ക്ലിനിക്കൽ ടിപ്സുകൾ പറയുകയും ചെയ്യാം. അപ്പൊ എന്താണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഹോമിയോപ്പതി ഔഷധങ്ങൾ നേർപ്പിക്കും തോറും ഔഷധത്തിന്റെ ശക്തി വർദ്ധിക്കുന്ന അശാസ്ത്രീയം നമ്മുടെ പലപ്പോഴും പല വേദികളിൽ നമ്മളോട് പല ആൾക്കാർ. ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, ഓരോ പ്രപഞ്ച വസ്തുവിന്റെയും അതിസൂക്ഷ്മ ബോധതലം ശക്തി. അപ്പോ ഇന്ന് ഞാൻ എടുക്കുന്ന ഈ സബ്ജക്റ്റ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വളരെ ടഫാണ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പല ആളുകളിലും, കുറച്ച് ആളുകളിൽ ഒഴിച്ച് ബാക്കിയുള്ള ആൾക്കാർക്കും പൂർണ്ണമായിട്ടും മനസ്സിലാവില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ പറയാം. നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോ സമയം കിട്ടുന്ന പോലെ ഞാനത് പിന്നെ പറയാം. അപ്പൊ എന്താ വെച്ചാല്, നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ ചികിത്സാശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ നമ്മളൊന്ന് കടക്കുകയാണ്. 5-ാം നൂറ്റാണ്ട് വരെ ചികിത്സാശാസ്ത്രം ആധ്യാത്മിക മേഖലയിൽ ഊന്നി നിന്നുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം BC 460-375 കാലഘട്ടമായ ഹിപ്പോക്രാറ്റസ് അത് ഭൗതിക ശാസ്ത്രം. അതിനുശേഷം 17-ാം നൂറ്റാണ്ടിന്റെ അവസാനം 1755-1843 ഡോക്ടർ സാമുവൽ ഹനിമാൻ ആധ്യാത്മിക മേഖലയിൽ ഊന്നി നിന്നിരിക്കുന്ന ഭൗതിക ശാസ്ത്രത്തിലൂടെ ഒരു ചികിത്സാ ശാസ്ത്രം കണ്ടെത്തി. അദ്ദേഹം അതിന് ഹോമിയോപ്പതി എന്ന പേരും. അപ്പൊ ഈ 3 ഇവന്റാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിനിടയ്ക്ക് അപ്പൊ ഇനി നമുക്ക് വേറൊരു കാര്യം പറയാൻ പറ്റുന്നത്, ഹോമിയോപ്പതി സബ്ജക്റ്റിന് മുമ്പ് കുറച്ച് അതിന് പുറത്തുള്ള സബ്ജക്റ്റ് പറഞ്ഞാലേ ഹോമിയോപ്പതി സബ്ജക്റ്റിലേക്ക് എനിക്ക് കയറി വരാൻ പറ്റുള്ളൂ. ഞാൻ വീണ്ടും അത് തന്നെ പറയാണ്, കാരണം അത് ഇത്ര എളുപ്പമല്ല. എങ്കിൽ പോലും പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് സംബന്ധിച്ച് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് അണ്ഡാകൃതിയിലുള്ള ഒരു വസ്തു പൊട്ടിത്തെറിച്ച് അതിൽ നിന്നും ഈശ്വര ചൈതന്യവും അതിനെ ഉത്തേജിപ്പിക്കുന്ന ശബ്ദവും ആവിർഭവിച്ചു എന്ന്. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ, എന്നെ കേൾക്കുന്ന ആർക്കും ഇത് വിശ്വസിക്കാതിരിക്കും. കാരണം കൂടുതൽ ക്രിസ്ത്യൻസ് ഇതിനകത്താണ് കൂടുതലായിട്ട് പറയുന്നത് ശബ്ദത്തോടു കൂടി ദൈവം ഉണ്ടായിരുന്നു, അല്ലെ ശബ്ദം ദൈവമായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ കൂടുതലായിട്ട് പറയുന്നവർക്ക്.
ഇത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ. പക്ഷേ പ്രപഞ്ചമെല്ലാം നിലനിൽക്കുന്ന ഒരു ശക്തി വിശേഷം ഉണ്ടെന്ന്, ആ ശക്തി ശബ്ദം കൊണ്ട് ഉത്തേജിക്കുമെന്നുള്ള കാര്യം തർക്കം മനസ്സിലാക്കി. അപ്പോ പ്രപഞ്ചം മൊത്തം നിലനിൽക്കുന്ന ഒരു ശക്തിയുണ്ട്, ആ ശക്തി ശബ്ദം കൊണ്ട് ഉത്തേജിതമാകുമെന്നുള്ള കാര്യം വളരെ തർക്കമറ്റ ഒരു സംഗതിയാണ്. അത് അനുസരിച്ചാണ് നമ്മുടെ ആധ്യാത്മിക മേഖലയിലുള്ള ആത്മീയ ശാസ്ത്രങ്ങളുടെ കാര്യങ്ങൾ, പ്രാർത്ഥനകളും അങ്ങനെയുള്ളതൊക്കെ ചിട്ടപ്പെടുത്തി ശബ്ദത്തെ ബേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസിക്കൽ കലകളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണ്, ക്ലാസിക്കൽ കലകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ശ്രദ്ധിക്കുകയാണെങ്കിൽ അതും ഈ ശബ്ദവും ഈ പിന്നെ ഇതും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തി നമ്മൾ അതിലേക്കൊന്നും പോകുന്നത്. അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം, ഈ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഋഷി പരമ്പരകളിൽപ്പെട്ട ആ ഒരു തത്വം പൂർണ്ണമാണ്. അവരുടെ ആ ഋഷി പരമ്പരകളിൽപ്പെട്ട തത്വം പൂർണ്ണമാണ്. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഹനുമാൻ നമുക്ക് വേണ്ടതെല്ലാം തന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് തെറ്റും വരുന്നില്ല, അത് ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് നല്ലതെന്നൊക്കെ പല അധ്യാപകരും പറഞ്ഞതായിട്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ. അദ്ദേഹത്തിന് അപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം ഇതിനെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിച്ച് ഉൾക്കൊണ്ട് ആ വഴിയിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു ഹോമിയോ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ള കാര്യം. പിന്നെ ആധ്യാത്മിക മണ്ഡലം നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ആധ്യാത്മിക മണ്ഡലം കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഹോമിയോപ്പതി ആവർത്തനത്തെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ആധ്യാത്മിക മണ്ഡലത്തിലേക്ക് ഞാൻ ശ്രമിക്കാം. അതിൽ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും ബ്രഹ്മം, സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, പഞ്ചതന്മാത്രകൾ എന്ന് 4 അവസ്ഥകൾ. എല്ലാ വസ്തുക്കളിലും ഈ 4 അവസ്ഥകളുണ്ട്. ഇത് നമ്മൾ ഒന്നുകൂടെ കുറച്ച് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു വിളക്കിൽ കൊളുത്തപ്പെടുന്ന അല്ലെ ഒരു വിളക്കിൽ നിന്ന് കൊളുത്തുന്ന ജ്വലിക്കുന്ന തിരുനാളങ്ങൾ അത് ഉൾക്കൊള്ളുന്ന മീഡിയത്തിനനുസരിച്ച് കൂടുതൽ കുറവുകൾ വരാമെങ്കിലും എത്ര വിളക്കുകൾ കൊളുത്തിയാലും അത് കൊളുത്തുന്ന ആ വിളക്ക് അതുപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ചൈതന്യ ശക്തി, പ്രപഞ്ചത്തിൽ മൊത്തമായി നിൽക്കുന്ന ശക്തി, അത് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോയാൽ ആ മീഡിയത്തിൽ അത് പൂർണ്ണമാണ് എന്നുള്ള ഒരു വസ്തുതയാണ് അവിടെ നമ്മൾ കാണിക്കുന്നത്. നമ്മൾ ആ പോയിന്റ് നമ്മൾ പറഞ്ഞു, ഒരു വസ്തു വേറൊരു മീഡിയത്തിലേക്ക് ഒരു ചെറിയ ഭാഗം മാറ്റിയ അതാ ചെല്ലുന്ന മീഡിയത്തിൽ പൂർണ്ണമായിരിക്കും എന്നാണ് നമ്മൾ ഈ പറയുന്നത്. ബ്രഹ്മത്തെ കുറിച്ച് ഞാൻ പറയുമ്പോൾ അതാണ് അല്ലെങ്കിൽ ഈ ശക്തി വിശേഷം ഒരു ചെറിയൊരു ഭാഗം വേറൊരു മീഡിയത്തിലേക്ക് മാറ്റിയാലും ചെല്ലുന്ന മീഡിയത്തിൽ അത് പൂർണ്ണമായിരിക്കും. ആ ഒരു പോയിന്റ് നമ്മൾ ഒഴിക്കണം. അപ്പൊ എന്താ വെച്ചാല്, ഈ ബ്രഹ്മത്തിന്റെ ആ ബ്രഹ്മം എന്ന് പറയുന്നതിന് ചുറ്റും കുറെ അധികം ലെയറുകളുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ആ ലെയറുകളെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. ആ ലെയർ രൂപപ്പെടുത്താനുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. അത് ഞാൻ അതിനെപ്പറ്റിലേക്ക് പോകുന്നില്ല. ആ സൂക്ഷ്മ ശരീരം എന്ന് പറയും. അപ്പൊ ഈ സൂക്ഷ്മ ശരീരവും അതിനുള്ളിലുള്ള ബ്രഹ്മവും കൂടെ കൂടിയ ആ ഭാഗത്തെയാണ് നമ്മൾ ജീവാത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ ജീവാത്മാവ് എന്ന് പറയുമ്പോൾ ബ്രഹ്മവും അതിനെ ചുറ്റിയുള്ള ലെയറുകളും കൂടെ കൂടിയതാണ് ജീവാത്മാവ്. അങ്ങനെയുള്ള അപ്പൊ അവിടെയാണ് പ്രശ്നം. അതിനുശേഷം ഓരോ ജീവനും പുറകെ കാണുന്ന ശരീരത്തിന്റെ ഈ എനർജി വ്യത്യാസം, അതായത് സൂക്ഷ്മ ശരീരത്തിന്റെ എനർജി വ്യത്യാസങ്ങളാണ് നമ്മുടെ ഓരോ രൂപ, ഭാവ, മാനസിക പരിണാമങ്ങൾക്ക് കാരണം. അപ്പോ മറ്റു ജീവജാലങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മുടെ ഈ ബ്രഹ്മത്തിന്റെ ചുറ്റും കാണുന്ന ഈ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നതിന്റെ ലെയറുകളിലെ ആ എനർജി വ്യത്യാസങ്ങൾ കൊണ്ടാണ് നമ്മളിൽ ഓരോരുത്തരുടെയും രൂപ, ഭാവ, മാനസിക ഘടനകളുടെ വ്യത്യാസങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മുടെ സുഖ, ദുഃഖ, രോഗ, ദുരിതങ്ങൾക്ക് കാരണം ഈ പുറമേ കാണുന്ന ഈ സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ ഈ ലെയറുകളാണ്. അനവധി ലെയറുകളുണ്ട്, ഓരോരുത്തർക്കും ഒത്തിരി ലെയറുകളുണ്ട്. ആ ലെയറുകളാണ് നമ്മുടെ സുഖ, ദുഃഖ, രോഗ, ദുരിതങ്ങൾക്ക് കാരണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം
സുഖദുഃഖ രോഗങ്ങൾ നമ്മളെ ബാധിക്കുന്നില്ല. അല്ലെങ്കിൽ അത് നമ്മുടെ മേഖലയല്ല. രോഗങ്ങൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത്. വൈദ്യശാസ്ത്രങ്ങളിലുള്ള ഈ രോഗങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ ബ്രഹ്മത്തിന് ചുറ്റും അനവധി ലെയറുകൾ ഉള്ളത് ആണ് നമ്മുടെ രോഗത്തിന് അടിസ്ഥാന കാരണം എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ സകല പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളിൽ ചിലത് ബ്രഹ്മം, സൂക്ഷ്മ ശരീരം, പഞ്ചതന്മാത്രകളിതുമായി നിൽക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം അതൊരു മീഡിയയിൽ വെച്ച് നമുക്ക് അതിനെ അറിയാനും പറ്റും. അപ്പൊ പ്രപഞ്ചത്തില് ബ്രഹ്മമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്, പഞ്ചതന്മാത്രകളുണ്ട്. ഇതിന് അനവധി ഇതുള്ളതാണ്. ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മൾ ബ്രഹ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് കണ്ടെത്തണമെങ്കിൽ ഒരു മീഡിയയിൽ കൂടി മാത്രം, അല്ലെ മീഡിയയിലുള്ള പ്രവർത്തന രീതികളിലൂടെയാണ് നമ്മൾ ഇത് പുറമേ കാണുന്നത്. അല്ലാതെ നമുക്ക് വെറുതെ ഇങ്ങനെ കാണാനും കഴിയില്ല. അപ്പൊ ഈ പഞ്ചതന്മാത്രകളിൽ പരസ്പരം കൂടിച്ചേർന്നിട്ടാണ് പരസ്പരം കൂടിച്ചേർന്നിട്ടാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടാവും. പഞ്ചഭൂതങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് അത് വസ്തുവായിട്ട് രൂപാന്തരപ്പെടുന്നത്. അപ്പൊ വസ്തുവിന് മുമ്പുള്ള അവസ്ഥയാണ് ഞാൻ ഇതുവരെ പറഞ്ഞു വരുന്നത്. ഒരു വസ്തുവിന് മുമ്പുണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ ഇത് പറഞ്ഞു വരുന്നത്. ഈ പഞ്ചതന്മാത്രകൾ കൂടിച്ചേർന്ന് വസ്തുവായി കഴിയുമ്പോൾ നമുക്ക് അതിനെ കാണാൻ പറ്റും. ഈ പഞ്ചതന്മാത്രകൾ നിറഞ്ഞു നിൽക്കുന്നതാണെങ്കിലും ഈ പഞ്ചതന്മാത്രകളുടെ വ്യത്യാസം എന്താണ്, ജോലി എന്താന്ന് ചോദിച്ചാൽ, ഒന്ന് ഞാൻ പറഞ്ഞു, വിവിധ കോമ്പിനേഷൻസിലൂടെ പഞ്ചഭൂതങ്ങളായിട്ട് മാറി ഒത്തിരി വിവിധ വസ്തുക്കൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഈ കമ്മ്യൂണിക്കേഷൻസും പഞ്ചതന്മാത്രകളുടെ ജോലിയാണ്. അപ്പൊ പഞ്ചതന്മാത്രകൾ എന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന ഒരു വസ്തുവിന്റെ ഉള്ളിലും, അതായത് ഇപ്പൊ എന്റെ ഉള്ളിലും പുറത്തും നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് പഞ്ചതന്മാത്രകൾ. അത് വസ്തുവായിട്ട് രൂപാന്തരപ്പെടിക്കുമ്പോഴാണ് അതിനെ കാണുന്നത്. അതിന് മുമ്പ് നമുക്ക് അതിനെ കാഴ്ച കിട്ടുകയില്ല. അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ആശയവിനിമയം, പരസ്പരമുള്ള ആശയവിനിമയമാണ്. അതായത് സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരത്തിലേക്കും, സൂക്ഷ്മ ശരീരങ്ങൾ തമ്മിലും, സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് സ്ഥൂല ശരീരത്തിലേക്കും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഈ പഞ്ചതന്മാത്രകൾ ഉപയോഗിക്കുന്നത്. ഈ പഞ്ചതന്മാത്രകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശബ്ദം, രൂപം, സ്പർശനം, ഗന്ധം, രസം എന്ന് പറയുന്ന 5 പഞ്ചതന്മാത്രകൾ. പഞ്ചതന്മാത്രകൾ കൂടി യോജിച്ചിട്ടാണ് പഞ്ചഭൂതങ്ങളാവുന്നത്. അപ്പൊ പഞ്ചതന്മാത്രകള് ഇപ്പം ഇനി ഞാൻ ഈ പറയുന്നത്, ശബ്ദങ്ങള് നമ്മൾ തുടർച്ചയായി ഉരവിടുകയോ കേൾക്കുകയോ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ബ്രഹ്മത്തിന് ചുറ്റുമുള്ള ഈ ലെയറുകൾ ഉത്തേജിക്കപ്പെടുന്നു. പഞ്ചതന്മാത്രകളാൽ നിർമ്മിതമായിട്ടുള്ള ബ്രഹ്മത്തിന് ചുറ്റുമുള്ള സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന കുറെ ലെയറുകളാന്ന് ഞാൻ പറഞ്ഞു. ആ ലെയറുകൾ ഉത്തേജിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആ ലെയറുകളാണ് നമ്മൾ അനവധി ലെയറുകൾ കൂടിയതാണ് സൂക്ഷ്മ ശരീരം. ആ ലെയറുകളുടെ എനർജി വ്യത്യാസമാണ് നമ്മുടെ രൂപഭാവ വ്യതിയാനങ്ങൾക്ക് കാരണമെന്ന് ഞാൻ പറഞ്ഞു. ആ ലെയറുകള് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത്, ഈ സൂക്ഷ്മ ശരീരം ശബ്ദങ്ങൾ കൊണ്ട് പരിണാമത്തിനും പരിവർത്തനത്തിനും വിധേയമാണ്. അതാണ് ഇതിൻ്റെ അത്. ഒരു ശബ്ദം, പലതരത്തിലുള്ള ശബ്ദങ്ങൾ നമ്മൾ ഉരുവിടുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് പരിവർത്തനത്തിനും ഈ സൂക്ഷ്മ ശരീരം വിധേയമാണ്. ഇതിന് അല്ലെങ്കിൽ ഈ സൂക്ഷ്മ ശരീരത്തിന്റെ പരിവർത്തനത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന റീഏജന്റ്, പരിവർത്തനം അല്ലെങ്കിൽ ഉത്തേജനം രണ്ടും പറയണം കേട്ടോ. കാരണം വെച്ചാൽ ഉത്തേജനവും പരിവർത്തനവും ശകലം വ്യത്യാസം ഉണ്ടെങ്കിലും പരിവർത്തനം, ഉത്തേജനം ഇതിന് ഉപയോഗിക്കുന്ന റീഏജന്റ് എന്ന് പറയുന്നത് ശബ്ദമാണ്. അപ്പൊ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ഉപയോഗിക്കുന്ന റീഏജന്റ് ശബ്ദമാണ്. ഇപ്പൊ തുടർച്ചയായ ശബ്ദങ്ങൾ കേൾക്കുക, ഉച്ചരിക്കുക ചെയ്യുമ്പോൾ സൂക്ഷ്മ ശരീരം ഉത്തേജിതമാകും എന്നുള്ളതാണ് പ്രശ്നം. ഉത്തേജിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ആ ഉത്തേജനത്തോടു കൂടി നമുക്കൊരു ലക്ഷ്യബോധങ്ങൾ കൂടി ഉണ്ടെങ്കിൽ അത് പരിവർത്തനത്തിലേക്ക്, അല്ലെങ്കിൽ ഉത്തേജനം മാത്രം. ഇപ്പൊ ശബ്ദം കൊണ്ട് സൂക്ഷ്മ ശരീരം ഉത്തേജിച്ചാലും അതിന്റെ പരിവർത്തനം ഉണ്ടാവണമെങ്കിൽ അതിന് ലക്ഷ്യബോധം ഉണ്ടാവണം. അതുകൊണ്ടാണ് നല്ല ചിന്തകളും പ്രവൃത്തികളും ഒക്കെ ആണെങ്കിൽ നമ്മൾ
ആ ദേവഭാവത്തിലേക്ക് മാറിപ്പോകുന്നൊക്കെ പറയാനുള്ള കാരണം. അതൊക്കെ ആധ്യാത്മിക മേഖലയിലെ വലിയ ചിന്തകളാണ്. അതിലേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ നമ്മുടെ ഇതിനെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് വേണ്ടി പറയാം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ ഒരു ശബ്ദം ആവർത്തിച്ച് വരികയാണെങ്കിൽ പ്രപഞ്ചത്തിലുള്ള വസ്തുവിന്റെ ചുറ്റുമുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും ചുറ്റും സൂക്ഷ്മ ശരീരമുണ്ട്. ആ സൂക്ഷ്മ ശരീരം ഉത്തേജിക്കും എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അത്രയും നമ്മളിപ്പോ ഇതിനകത്ത് ചിന്തിക്കാൻ. ചെറിയ ശബ്ദങ്ങൾ, വലിയ ശബ്ദങ്ങൾ ഒക്കെ നമ്മുടെ സൂക്ഷ്മമുള്ള ഇത് ഉത്തേജിക്കാം. അപ്പോ ഡോക്ടർ ഹനുമാന്റെ നിരീക്ഷണം നമുക്ക് മനസ്സിലാക്കണം. സൂക്ഷ്മ ശരീരത്തിനാണ് ചികിത്സ ആവശ്യമുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വരുമ്പോൾ രോഗാവസ്ഥയിൽ സൂക്ഷ്മ ശരീരം പഠിപ്പിക്കുന്ന ലക്ഷണങ്ങൾക്കാണ് നമ്മൾ സ്ഥൂല ശരീരത്തിലെ ലക്ഷണങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. രോഗികളുടെ ചലനങ്ങളിലും പ്രവൃത്തികളും അയാളുടെ ആന്തരമായ സൂക്ഷ്മ ശരീരത്തിന്റെ സ്ഥിതിവിശേഷത്തെ കാണിക്കുന്നു. അതിനെ ആധാരമാക്കിയാണ് ചികിത്സിക്കേണ്ടത് എന്ന് ഹനുമാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫിലോസഫിയിൽ ഉപന്യാസം 6 അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ഹനുമാന്റെ നിരീക്ഷണം അനുസരിച്ച് തന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ് ഈ ബ്രഹ്മത്തിന്റെ ചുറ്റും കൂടി വന്നിരിക്കുന്ന വിവിധങ്ങളായ ലെയറുകളാണ് സൂക്ഷ്മ ശരീരം. ആ സൂക്ഷ്മ ശരീരത്തിലാണ് രോഗങ്ങൾ ഉണ്ടാവുന്നത്. ആ സൂക്ഷ്മ ശരീരത്തിന് ആണ് സ്ഥൂല ശരീരത്തിലെ ലക്ഷണങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഹനുമാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ അടിവരയിട്ട് എന്റെ ഫിലോസഫി ഉപന്യാസം 6 പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് രോഗം എവിടെ, അതിന്റെ ഉത്ഭവ സ്ഥാനം എവിടെയെന്ന് ഒരു ഹോമിയോപ്പതിക്കാരന് സംശയിക്കേണ്ട കാര്യം. പിന്നെ ഹോമിയോപ്പതി ഔഷധങ്ങള് നേർപ്പിക്കും തോറും, ഞാൻ ആദ്യം പറഞ്ഞു, നേർപ്പിക്കും തോറും ശക്തി വർദ്ധിക്കുന്ന അശാസ്ത്രീയമാണോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ. അതാണ് കാരണം നമ്മൾ ഈ ഹോമിയോപ്പതി മെഡിസിൻസ് ഉപയോഗിക്കുന്നു, ഇത് ആവർത്തിച്ച് ഉപയോഗിക്കുന്നു, ഒത്തിരി വലിയ ആവർത്തനങ്ങൾ കൊടുക്കുന്നു എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനത് പറയാൻ. ഇതിൽ 5 കാര്യങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായിട്ട് 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. ഒന്ന്, ഒരു ഔഷധത്തിന്റെ രോഗോന്മൂലന ശക്തി നിലനിൽക്കുന്നത് അതിന്റെ സൂക്ഷ്മ ശരീരത്തിലാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. ഒരു ഔഷധത്തിന്റെ രോഗോന്മൂലന ശക്തി നിലനിൽക്കുന്നത് അതിന്റെ സൂക്ഷ്മ ശരീരത്തിലാണ്. ഓരോ ഔഷധവും ഓരോ രോഗോന്മൂലന തത്വം അടങ്ങിയിരിക്കുന്നു. എന്റെ ഫിലോസഫി ക്യൂറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഉപന്യാസം 8. അപ്പൊ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരു ഔഷധത്തിന്റെ രോഗോന്മൂലന ശക്തി നിലനിൽക്കുന്നതിന്റെ സൂക്ഷ്മ ശരീരത്തിലാണ്. ഓരോ ഔഷധത്തിലും ഓരോ രോഗോന്മൂലന ശക്തി അടങ്ങിയിരിക്കുന്നു. എന്റെ ഫിലോസഫി ക്യൂറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഉപന്യാസം 8. കൃത്യമായിട്ട് അത് അദ്ദേഹം പറഞ്ഞു. 2, നമ്മൾ പിന്നെ ചിന്തിക്കേണ്ടത്, ഒരു സൂക്ഷ്മ ശരീരം ഒരു മീഡിയത്തിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. നിലനിൽക്കുന്ന മീഡിയത്തിൽ അത് പൂർണ്ണമായി. ഞാൻ ഇതിനു മുമ്പ് ഒന്ന് പറഞ്ഞതാണ്, ഒരു സൂക്ഷ്മ ശരീരം ഒരു മീഡിയത്തിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ആ നിലനിൽക്കുന്ന മീഡിയത്തിൽ അത് പൂർണ്ണമായിരിക്കും. നമുക്കിപ്പോ ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി വെറുതെ പറയാം, ക്ലോണിങ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഒരു കോശം എടുത്തിട്ട് എന്നെ പോലെ തന്നെ 50 ആൾക്കാരെ ഉണ്ടാകും. ശാസ്ത്രം വളർന്ന് സമൂഹത്തിൽ നമ്മൾ വളരും. അപ്പോൾ അതിന് വളരെ മുമ്പ് തന്നെ അദ്ദേഹം ഒരു സൂക്ഷ്മ ശരീരം ഒരു മീഡിയത്തിൽ നിലനിൽക്കുമെന്നും ആ നിൽക്കുന്ന മീഡിയത്തിൽ അത് പൂർണ്ണമാണെന്നുമുള്ള കണ്ടെത്തലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. അപ്പൊ രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഓരോ ഔഷധങ്ങൾക്കും ഓരോ തത്വമുണ്ട്, ക്യൂറേറ്റീവ് ആയിട്ടുള്ള തത്വമുണ്ട്. ആ തത്വം നിലനിൽക്കുന്നത് അതിന്റെ സൂക്ഷ്മ ശരീരത്തിൽ. പിന്നെ ഒരു മീഡിയത്തിൽ, അത് വീണ്ടും അതിനൊന്നുകൂടി ആവർത്തിച്ച് വരിക, ഒരു മീഡിയത്തിൽ എത്ര ചെറിയ ഭാഗമായാലും മറ്റൊരു സ്ഥലത്തേക്കോ മറ്റൊരു മീഡിയത്തിലേക്കോ മാറ്റപ്പെട്ടാലും ആ മീഡിയത്തിലോ മാറ്റപ്പെട്ട സ്ഥലത്തോ അത് പൂർണ്ണമായി. അപ്പൊ നമ്മളെ ഒരു ഔഷധം നമ്മുടെ ഒരു മീഡിയത്തിൽ നിന്ന് ഒരു ചെറിയ അംശം മറ്റൊരു മീഡിയത്തിലേക്ക് മാറ്റിയാൽ ആ എത്തപ്പെട്ട മീഡിയത്തിന് ഔഷധത്തിന്റെ ശക്തി പൂർണ്ണമായും ഉണ്ടായിരിക്കും എന്നാണ് പറയാം. മീഡിയത്തിൽ എത്ര ചെറിയ ഭാഗമായാലും മറ്റൊരു സ്ഥലത്തേക്കോ ആ മീഡിയത്തിൽ മാറ്റപ്പെട്ട സ്ഥലത്തേക്ക് അത് പൂർണ്ണമായിരിക്കും. ഇക്കാരണത്താൽ എത്ര ഉയർന്ന ആവർത്തിപ്പിലും ആ മീഡിയത്തിൽ
ഔഷധത്തിന്റെ സൂക്ഷ്മ ശരീരം പൂർണ്ണമായി. അപ്പൊ എത്ര ആവർത്തനം കഴിഞ്ഞാലും അല്ലെങ്കിൽ അന്നേരവും അതിനകത്ത് ഔഷധത്തിന്റെ ആ ആവർത്തിച്ച മീഡിയത്തില് ഔഷധത്തിന്റെ സൂക്ഷ്മ ശരീരം പൂർണ്ണമായിരിക്കും. നാലാമത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആവർത്തിച്ചുള്ള ശബ്ദങ്ങൾ ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ സൂക്ഷ്മ ശരീരം ഉത്തേജിക്കുകയും ശക്തി വർദ്ധിക്കുകയും. നാലാമത്തെ പോയിന്റ് അതാണ്. ആവർത്തിച്ചുള്ള ശബ്ദങ്ങൾ ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ സൂക്ഷ്മ ശരീരം ഉത്തേജിക്കുകയും ശക്തി വർദ്ധിക്കുകയും. അഞ്ചാമത്തെ പോയിന്റ്, സൂക്ഷ്മ ശരീരത്തിന് പഞ്ചതന്മാത്രകൾ വഴി പരസ്പരം കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ്. അപ്പൊ സൂക്ഷ്മ ശരീരത്തിന് പഞ്ചതന്മാത്രകൾ വഴി, ഞാൻ മുമ്പേ പഞ്ചതന്മാത്രകളെ കുറിച്ച് പറഞ്ഞു, ഈ പഞ്ചതന്മാത്രകൾ വഴി സൂക്ഷ്മ ശരീരങ്ങൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേഷൻസ് സാധ്യമാണ്. ഈ 5 പോയിന്റ് നമ്മുടെ കയ്യിൽ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ഔഷധത്തിന്റെയും രോഗോന്മൂലന ശക്തി നിലനിൽക്കുന്നത് അതിന്റെ സൂക്ഷ്മ ശരീരത്തിലാണ് എന്ന് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. ഹനുമാൻ ഓർഗനോൾ അഫോറിസം 11 ഫുട്നോട്ട് നമ്പർ 7. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്, ഓരോ ഔഷധത്തിലെയും രോഗോന്മൂലന ശക്തി നിലനിൽക്കുന്നത് അതിന്റെ സൂക്ഷ്മ ശരീരത്തിലാണ്. ഓർഗനോൾ അഫോറിസം 11 ഫുട്നോട്ട് നമ്പർ 7. പ്രകൃതിയില് മുമ്പ് പലരും അനുഭവത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഔഷധങ്ങൾ ആണ് നമ്മൾ, അല്ലെ വസ്തുക്കളെയാണ് നമ്മൾ ഔഷധങ്ങൾ എന്ന് പറയുന്നത്. ഹോമിയോപ്പതി ഔഷധവും ഗുണപാഠവും ഇതിൽ തന്നെ പെടും. കാരണം പല ആളുകളും ഇത് അതിന് കൊള്ളാമെന്ന് പറഞ്ഞൊക്കെ തന്നെ നമ്മൾ പ്രൂവ് ചെയ്ത് കൊള്ളാമെന്ന് തന്നെ വെച്ചിട്ടുള്ളതാണ് ഒട്ടുമിക്ക ഔഷധങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ മുമ്പ് പലരും അനുഭവത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള വസ്തുക്കളെ ഔഷധങ്ങൾ എന്ന് പറയാം. ഹോമിയോപ്പതി ഔഷധ ഗുണപാഠവും അതിൽ തന്നെ പെടുമെന്ന് നമുക്ക് പറയേണ്ടി. പിന്നെ രോഗോന്മൂലന സാധ്യതയുള്ള ഇത്തരം വസ്തുക്കളെ സൂക്ഷ്മ ശരീരത്തിലേക്കും അവിടെ നിന്ന് അതിന്റെ ഉയർന്ന തലത്തിലേക്ക്, കാരണം ഞാൻ പറഞ്ഞു സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ പല ലെയറുകളാണ്. അപ്പം രോഗോന്മൂലന സാധ്യതയുള്ള ഇത്തരം വസ്തുക്കളെ സൂക്ഷ്മ ശരീരത്തിലേക്കും അവിടെ നിന്ന് അതിന്റെ ഉയർന്ന തലത്തിലേക്കും എത്തിക്കുവാൻ അനുവർത്തിക്കുന്ന പ്രക്രിയയാണ് ഹോമിയോപ്പതി ആവർത്തനം. കാരണം ഹോമിയോപ്പതി ഹൈ ആവർത്തനത്തിൽ ഞാൻ പറഞ്ഞ ഒരു മീഡിയത്തിൽ വേറൊരു ചെറിയൊരു ഭാഗമാണെങ്കിലും മറ്റു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ആ മീഡിയത്തിൽ അത് പൂർണ്ണമായിരിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോമിയോപ്പതി ആവർത്തനം എന്ന് പറയുന്നത് ഓരോ രോഗവുള്ള സാധ്യതയുള്ള വസ്തുക്കൾ സൂക്ഷ്മ ശരീരത്തിലേക്കും അവിടെ നിന്നും അതിൻ്റെ ഉയർന്ന തലത്തിലേക്ക്, സൂക്ഷ്മ ശരീരം പല ലെയറുകളാണ്, അപ്പൊ ആ ലെയറുകളുടെ ഉയർന്ന തലത്തിലേക്കും എത്തിക്കാനുള്ള പ്രക്രിയയാണ് ഹോമിയോപ്പതി ആവർത്തനം, ഔഷധങ്ങളുടെ ആവർത്തനം. ഇനി സൂക്ഷ്മ ശരീരം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിളക്കിൽ നിന്ന് മറ്റൊരു വിളക്കിലേക്ക് തിരി കൊളുത്തുമ്പോൾ 2 വിളക്കുകൾ പൂർണ്ണമായിരിക്കുന്നത് പോലെ, ഉദാഹരണം ഞാൻ പറയാം, ഒരു കർപ്പൂരം നമ്മളൊരു പാത്രത്തിൽ തിരക്കി വെച്ചതിന് ശേഷം അതിന്റെ ഒരു ചെറിയൊരംശം തീ അവിടെ കൊടുത്താൽ അത് മൊത്തം വ്യാപിക്കും. ഇത് തന്നെയാണ് ഔഷധങ്ങളുടെ സൂക്ഷ്മമായിട്ട് ആ മീഡിയം മൊത്തം അത് വ്യാപിച്ചിരിക്കും. അപ്പൊ എത്ര അളവ് നമ്മൾ മാറ്റി എന്നുള്ളതല്ല, നമ്മൾ കൊടുക്കുന്ന മീഡിയം, എത്തുന്ന മീഡിയത്തിൽ അത് പൂർണ്ണമായിരിക്കും. ഇത് നമ്മൾ ഈ ഒരു കർപ്പൂരത്തിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ പുറമേ നിന്ന് അഥവാ ഉള്ളിൽ നിന്നും സൂക്ഷ്മശരീരത്തിലുള്ള അസ്വാഭാവികമായ സ്പന്ദനങ്ങളാണ് രോഗകാരണം. അത് നമ്മൾ എല്ലാവർക്കും അറിയാം. പുറമേ നിന്ന് അഥവാ ഉള്ളിൽ നിന്ന് തന്നെ, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അസ്വാഭാവികമായ സ്പന്ദനങ്ങളാണ് രോഗകാരണം. അതേപോലെയുള്ള സ്പന്ദനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഔഷധങ്ങളെ, ഈ അസ്വാഭാവിക സ്പന്ദനങ്ങളെ നിർവീര്യമാക്കുന്നു. സമം സമസ്യ ശാന്തി, ഹോമിയോപ്പതി തത്വം അവിടെയാണ് വരുന്നത്. സമം സമസ്യ ശാന്തി. കാരണം പുറമേ നിന്നോ ഉള്ളിൽ നിന്നോ സൂക്ഷ്മ ശരീരത്തില് ഉണ്ടാകുന്ന അസ്വാഭാവിക സ്പന്ദനങ്ങളാണ് രോഗകാരണം. അതേപോലെയുള്ള സ്പന്ദനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഔഷധങ്ങൾ അസ്വാഭാവിക സ്പന്ദനങ്ങളെ നിർവീര്യമാക്കുന്നതും. അതാണ് സമം സമസ്യ ശാന്തി എന്ന് പറഞ്ഞ ഹോമിയോപ്പതി പ്രിൻസിപ്പൽസ് ആയിട്ട് വരുന്നത്. പിന്നെ ഔഷധം സ്വരൂപിച്ച് ഫാർമോകോപ്പിയയിൽ പറഞ്ഞതുപോലെ ഔഷധത്തിന്റെ മാതൃസത്ത് ഉണ്ടാക്കാം. അവിടെ നിന്ന് ഹോമിയോപ്പതി ഔഷധങ്ങളുടെ ആവർത്തനം ആരംഭിക്കും. ഔഷധം ആവർത്തിക്കുന്ന തത്വം നമ്മൾ പ്രത്യേകം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലുള്ള അതിസൂക്ഷ്മ ബോധ തലത്തെ ഉണർത്തി
നമ്മുടെ സ്ഥൂല ശരീരത്തിൽ സുഖാനുഭൂതി ഉണ്ടാക്കാനുള്ള അനുഭവപ്പെടുത്താൻ ഏതെങ്കിലും ഒരു ശബ്ദം കുറെ സമയം നമ്മൾ ജപിച്ചാൽ മതി. അല്ലെങ്കിൽ അതൊരു വാക്കാവാം, ഒരു വാചകമാകാം, കുറച്ചൊരു നീണ്ട പ്രാർത്ഥനയാവാം. നമ്മളത് ആവർത്തിച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ സൂക്ഷ്മ ശരീരം ഉത്തേജിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞു, അതിന് ലക്ഷ്യബോധങ്ങൾ ഉണ്ടാകുന്നു, അത് പരിവർത്തനത്തിന് വിധേയമാണ്. ലക്ഷ്യബോധം ഇല്ലെങ്കിൽ അത് ഉത്തേജനം മാത്രമേ അവിടെ നടക്കുന്നു. അത് നമ്മളത് ആ അടിവരയിട്ടാതെ കാര്യങ്ങൾ ശ്രദ്ധിക്കും. അപ്പൊ ആ അക്ഷരവോ ശബ്ദമോ നമ്മളിങ്ങനെ അനുവർത്തിച്ച് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഉത്തേജനം ഉണ്ടാവും. അപ്പൊ ഉത്തേജനത്തിന് പരിവർത്തനം കൂടി വേണമെന്നുണ്ടെങ്കിൽ ലക്ഷ്യബോധം കൂടി ഉണ്ടാവും. അപ്പോ ഇതുപോലെ ഔഷധങ്ങളുടെ ഒരു അംശം, സ്പിരിറ്റിലെ മീഡിയം, ഞാൻ പറയാം, ഔഷധങ്ങളുടെ ഒരു അംശം സ്പിരിറ്റിൽ മീഡിയം 1/3 ഒഴിഞ്ഞു കിടക്കുന്ന ബോട്ടിൽ വലത്ത് കൈയിൽ പിടിച്ച് ഇടത്ത് കൈയിൽ ശക്തിയായി ഇടിച്ചാണ് ഔഷധങ്ങൾ നമ്മൾ ആവർത്തിക്കുന്നത്. നമ്മൾ ഫാർമസിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ഷേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് നമ്മുടെ ഔഷധങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒരു ശബ്ദം നമ്മൾ തുടർച്ചയായി കേൾക്കുക, തുടർച്ചയായിട്ട് ഉരുവിടുക ഒക്കെ ചെയ്യുമ്പോഴാണ് രോഗങ്ങൾ ശക്തി വർദ്ധിക്കും എന്ന് പറഞ്ഞു. അത് ഒരു ലക്ഷ്യബോധങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിവർത്തനമില്ല. ലക്ഷ്യബോധം ഇല്ലാതെ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടിരുന്നാൽ ഇത് ശക്തി വർദ്ധിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് 1/3 ബോട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്ന ബോട്ടിൽ പിടിച്ച് ഇടത്ത് കൈയിൽ നന്നായിട്ട് ഇടിച്ച് വലത്ത് കൈ കൊണ്ട് നമ്മൾ സക്കസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഫ്ലൂയിഡ് പിന്നെ ഷേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദമാണ് ഔഷധങ്ങളുടെ പിന്നെ ശക്തി വർദ്ധിക്കാനുള്ള കാരണം. ഇത് ഷുഗർ ഓഫ് മിൽക്കിലേക്ക് നമ്മൾ പോയാൽ, ഷുഗർ ഓഫ് മിൽക്കിൽ അരയ്ക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. മോർട്ടാറും പെസലും ഒക്കെ ഉപയോഗിച്ച് ശക്തായി അരയ്ക്കുമ്പോൾ ആ മാസറേഷനിൽ ഉണ്ടാവുന്ന ശബ്ദമാണ് ഈ ഔഷധങ്ങളുടെ വ്യത്യാസത്തിന് ഔഷധങ്ങളുടെ ശക്തി വർദ്ധിക്കാനുള്ള കാരണം. അപ്പൊ ഒരു ശബ്ദം നമ്മൾ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ഇത് വേറൊരു നമുക്ക് എന്നുള്ളൊരു വസ്തുതയാണ്. ഇനി ഇത് ഈ ആവർത്തനം എന്ന് പറയുന്നത് ഹോമിയോപ്പതിയിൽ മാത്രമല്ല, ആയുർവേദത്തിലും ഒരു ആവർത്തനം നമുക്ക് കാണാൻ കഴിയും. ഈ പ്രക്രിയകൾ ആയുർവേദ ഇതിലേക്ക് പോയാൽ നമ്മൾ ഉദാഹരണമായിട്ട് നമുക്കറിയാം, ക്ഷീരബല ആവർത്തനം എന്നൊക്കെ പ്രതികരിക്കാം. ക്ഷീരബല ആവർത്തനം എന്ന് പറഞ്ഞാൽ കുറുന്തോട്ടി കഷായത്തിൽ നിശ്ചിത അളവ് പാല് ചേർത്ത് ഇളക്കി വറ്റിച്ച് ആണ് പിന്നെ കുറുന്തോട്ടി കഷായം ക്ഷീരബല ആവും. ഓരോ പ്രാവശ്യവും നിശ്ചിത പാല് ചേർക്കും. പക്ഷെ കുറുന്തോട്ടി കഷായം നമ്മൾ ഒറ്റ പ്രാവശ്യം ചേർക്കും. അപ്പൊ ഈ വാർപ്പിനകത്ത് കുത്തുകെട്ടുകയോ കുഴച്ചട്ടുകയോ ഈ ഇതും കൂടെ ഉള്ള ഈ ഇളക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ശബ്ദമാണ് ഈ പിന്നെ കുറുന്തോട്ടിയുടെ എനർജി വ്യത്യാസം. അതിനകത്ത് നമ്മൾ പാല് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കുറുന്തോട്ടി കഷായം ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാറ്. ബാക്കി പാലൊഴിച്ച് വീണ്ടും അങ്ങനെയാണ് ഇത് ആവർത്തിച്ചു കൊണ്ടുപോകുന്നത്. ഈ പ്രക്രിയ തന്നെ അന്നും അത് ഉണ്ടായിരുന്നു, അത് ആയുർവേദത്തിലും ഉണ്ടായിരുന്നു. അത് ഹോമിയോപ്പതി അതിൽ നിന്ന് കടമെടുത്തു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഹോമിയോപ്പതി വേറെ രീതിയിൽ അത് ആവർത്തിച്ചു കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ അർത്ഥം, ഒരു ശബ്ദം കേട്ടാൽ ഔഷധത്തിന്റെ ആയാലും നമ്മളുടെ ആയാലും ശബ്ദം കേൾക്കുകയോ ആവർത്തിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശക്തി വർദ്ധിക്കുന്നു എന്നുള്ള ഒരു തത്വമാണ് ഇവിടെ നമ്മൾ പ്രപഞ്ച തത്വം. അതായത് ഞാൻ ആദ്യം പറഞ്ഞ സ്ഫോടനം ഉണ്ടായപ്പോൾ ഉണ്ടായ ശക്തി ശബ്ദം കൊണ്ട് വർദ്ധിക്കുന്നു എന്ന് ഞാൻ ആദ്യം തുടങ്ങി വെച്ചത്. അപ്പൊ ഇതുപോലെ അനേകം പ്രാവശ്യം കുലുക്കി ശബ്ദം കേട്ട് വരുന്ന ഔഷധങ്ങൾ കൂടുതൽ അഗാധമായി ലെയറുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നവയാണ്. അതുകൊണ്ടാണ് ഹൈ ആവർത്തനം ഏറ്റവും ഡീപ്പായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കാൻ കഴിയുന്നതാണ്. അതിന്റെ ഉള്ളറകളിലേക്ക് കടന്നു പോകാനായിട്ട് ഇങ്ങനെ ശബ്ദം കേട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മള് ആദ്യം ആവർത്തിക്കും തുടങ്ങുമ്പോൾ തന്നെ ഇതിന്റെ ശക്തി വർദ്ധിക്കുന്നുണ്ടെങ്കിലും അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ചു കാലം പിടിക്കുമെന്നുള്ളതാണ്. നമ്മൾ തന്നെ ജപിക്കാൻ തുടങ്ങിയാൽ കുറച്ചു കാലത്തേക്ക് നമുക്ക് അതിന്റെ ശക്തി അറിയാം. കുറച്ചു കാലം കഴിയുമ്പോഴാണ് ഓരോ മന്ത്രങ്ങളും അല്ലെ ഓരോ ശബ്ദത്തിന്റെ ആ ശക്തി വ്യത്യാസങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ
വരുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് തുടങ്ങുമ്പോഴേ ഇല്ല. അപ്പൊ ഇതിങ്ങനെ ഒത്തിരി പ്രാവശ്യം ആവർത്തിച്ച് ശബ്ദം കേട്ട് ശക്തി വർദ്ധിച്ചു വരുന്നതാണ് ഹോമിയോപ്പതി ഔഷധം. ഇനി നമ്മള് ഇവിടെ ഒരു കാര്യം പറയുന്നത്, ആവർത്തിക്കാൻ നമ്മുടെ ഔഷധങ്ങൾ ഒരു ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് പിന്നെ ഒരു പ്രശ്നം. മുമ്പേ പറഞ്ഞു ആവർത്തിക്കാൻ ഒരു ഭാഗം മാത്രം എടുത്താൽ മതി എന്നുള്ളതിന് കാരണം ഞാൻ പറഞ്ഞു ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ആ മീഡിയത്തിൽ അത് പൂർണ്ണമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ട് കാരണം ഇതിനകത്ത് നമുക്കുണ്ട്. ഈ ഒരു ഭാഗം മാത്രം എടുക്കാനുള്ള കാരണം ഒന്ന്, നമുക്ക് ബാക്കി പൊട്ടൻസി ആവശ്യം, ഏത് ലെയർ ഏത് സമയത്ത് എത്രാമത്തെ ആവർത്തനം എപ്പോ കൊടുക്കണം എന്നൊക്കെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ആ ബാക്കി പൊട്ടൻസി നമുക്ക് പലപ്പോഴും ആവശ്യം. രണ്ടാമത്, ഔഷധത്തിന്റെ 99% ആൽക്കഹോൾ ചേർത്ത് ഓരോ പ്രാവശ്യം ചേർക്കേണ്ടി വരില്ല. ഔഷധത്തിന്റെ 99% ആൽക്കഹോൾ നമ്മളൊരു 2-3 ആവർത്തനം കഴിയുമ്പോൾ നമ്മുടെ പാത്രം ഒന്നും മതിയാവും. അങ്ങനെ വരുന്ന ഒരു അവസ്ഥ അതിനുള്ള ആ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടിയാണ് ഒരു ഭാഗം ചേർത്താൽ മതി 99% ആൽക്കഹോൾ. കാരണം ഈ ഒരു ഭാഗം 99% ആൽക്കഹോളിലേക്ക് ചെല്ലുമ്പോൾ ആ ആൽക്കഹോളിൽ ഈ നമ്മുടെ ഔഷധം ആ മീഡിയയിൽ പൂർണ്ണമാണ്. അത് സംശയിക്കാനൊന്നുമില്ല. ഞാൻ അതിനു വേണ്ടിയാണ് 1-2 എക്സ്പീരിയൻസ് നേരത്തെ പറഞ്ഞത്. അപ്പൊ ഇത്രയും കൂടി നമുക്ക് മനസ്സിലാവുന്നു, ശബ്ദം കൊണ്ടാണ് ഈ ഹോമിയോപ്പതി ഔഷധങ്ങളുടെ ആവർത്തനം ശക്തിപ്പെട്ട് വരുന്നത്. അപ്പൊ 1000-ലും 10,000-ലും ഒക്കെ ശക്തി വ്യത്യാസമുണ്ട്. ഔഷധത്തിന് ശക്തിക്ക് വ്യത്യാസമുണ്ട്. ഈ ആവർത്തനം അശാസ്ത്രീയമല്ല, ശാസ്ത്രീയമാണ്. പക്ഷെ ഇത് ഞാനിപ്പോ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എനിക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ എങ്കിലും ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് അശാസ്ത്രീയമാണെന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് തിരിച്ചു പറയാനായിട്ട് നമുക്ക് എന്തെങ്കിലും കുറച്ചൊരു കഴിവ് ഉണ്ടാവാൻ വേണ്ടി മാത്രം ഞാൻ ഇത് വളരെ ടഫ് സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞതാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിച്ച് ക്ലിനിക്കൽ ടിപ്സിലേക്ക് പോകാം. ഇപ്പൊ 10 മണി ആയുള്ളൂ. ഒരു 10-30 മിനിറ്റ്, ഒരു 2 മിനിറ്റ് കൂടെ പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കാം. ഹോമിയോപ്പതി ഔഷധത്തിന്റെ പ്രയോഗത്തെ കുറിച്ച് ഉണ്ട്. ഔഷധങ്ങള് ഏറ്റവും ലഘുവായ മാത്രയിൽ ഉപയോഗിച്ച് നിസാരമായ പ്രാഥമിക ഫലം അനുഭവപ്പെടുത്തി ഇതിനെതിരായി ജീവശക്തി പ്രയോജനപ്പെടുത്തി വിപരീത ശക്തി രോഗത്തെ ഭേദപ്പെടുത്തുന്നു എന്ന് അനവധി പ്രയോക്താക്കളുണ്ട്. പ്രൈമറി ആൻഡ് സെക്കൻഡറി ആക്ഷൻ അഫോറിസം 16 ഹനുമാൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു വാദം, അതായത് ഔഷധങ്ങൾ ഏറ്റവും ലഘുവായ മാത്രയിൽ ഉപയോഗിച്ച് നിസാരമായ പ്രാഥമിക ഫലം അനുഭവപ്പെടുത്തി ഇതിനെതിരെ ജീവശക്തി പ്രയോഗിക്കുന്ന വിപരീത ശക്തി രോഗത്തെ ഭേദപ്പെടുത്തുന്ന രീതി അനുവർത്തിക്കുന്ന ആൾക്കാർ. അങ്ങനെ അത് മോശമായ ഒരു പ്രവണതയൊന്നുമല്ല. ഹനുമാൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ആക്ഷൻ അഫോറിസം 16 കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഔഷധത്തിന്റെ അത് എത്ര അക്യൂട്ട് ഡിസീസ് ആണെങ്കിലും അവര് വല്ല ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും കാലമൊക്കെ ആയപ്പോൾ പല ആൾക്കാരും അത് വന്ന് പറയുന്നത് എത്ര അക്യൂട്ട് ഡിസീസ് പോലും ഒരു ഡോസ് മെഡിസിൻ കൊടുക്കും. ഒരു ഡോസ് മതി. കാരണം ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് പറയാം. കോൺഫിഡൻസ് നമ്മളിൽ നിന്ന് വേറൊരാളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇനിയിപ്പോ ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല, കാരണം ഒത്തിരി ആവർത്തിക്കുന്ന കാര്യം. അപ്പൊ പ്രൈമറി ആക്ഷൻ, സെക്കൻഡറി ആക്ഷൻ, പിന്നെ രണ്ടാമതൊരു വിഭാഗം. ഇപ്പൊ അതിന് പൂർണ്ണമായും ഞാൻ അതിനൊന്നും യോജിക്കാത്തയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ഒരു വിഭാഗം, ഓരോ ഔഷധത്തിലും അടങ്ങിയിരിക്കുന്ന രോഗോന്മൂലന ശക്തിയെ തുടർച്ചയായി ഉള്ളിൽ കൊടുത്ത് ഔഷധം രോഗോന്മൂലനം വരുത്തും എന്ന് വിശ്വസിക്കുകയാണ് അവർ. അപ്പൊ രോഗോന്മൂലനം ഓരോ ഔഷധത്തിലും അടങ്ങിയിരിക്കുന്ന രോഗോന്മൂലന ശക്തിയെ തുടർച്ചയായി ഉള്ളിൽ കൊടുത്ത് ഔഷധം രോഗോന്മൂലനം വരുത്തുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, ഔഷധം തന്നെയാണ് രോഗോന്മൂലനം വരുത്തുന്നത്. അത് നമ്മൾ ഇവിടെ ഓർഗനോണിനകത്ത് നമുക്ക് പറയാൻ പറ്റും 248 അഫോറിസം 248 ഔഷധങ്ങൾ വെള്ളത്തിൽ കലക്കി അടുപ്പിച്ച് കൊടുക്കാനാണ്. ഞാൻ മുമ്പേ പറഞ്ഞു ഒരു മീഡിയത്തിൽ നിന്ന് വെള്ളത്തിൽ കലക്കിയാലും അത് ഗുണമായി. അപ്പൊ അടുപ്പിച്ച് കൊടുക്കാൻ പറഞ്ഞത് ഇതിന്റെ 248 ഹനുമാൻ ആചാര്യൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുപ്പിച്ച് നമുക്ക് ഔഷധം കൊടുക്കാം. വേണമെങ്കിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി ആക്ഷൻ കണക്ക് കൂട്ടിയിട്ടും കൊടുക്കാം. ഇത് രണ്ട് തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായം എന്ന് മാത്രമേ
രണ്ടും ആചാര്യന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒന്ന് ആചാര്യൻ അറിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ ഒന്ന് 248 പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ദിവസം 16 പറഞ്ഞു. ഇനി നമ്മൾ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആവർത്തിച്ച് ഔഷധം കൊടുക്കാമെന്ന് ഞാൻ പറയുമ്പോൾ അങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഔഷധങ്ങള് രോഗ പ്രഭവ കേന്ദ്രത്തിലേക്ക് നേരിട്ട് എത്തിക്കുകയാണ് നമ്മൾ. കാരണം ഞാൻ മുമ്പേ പറഞ്ഞു, ഇത് ആവർത്തിച്ച ഔഷധം സൂക്ഷ്മ ശരീരത്തിലെ രോഗ പ്രഭവ കേന്ദ്രത്തേക്ക് നേരിട്ട് എത്തിക്കുക. അപ്പോ അങ്ങനെ എത്തിക്കുന്നപ്പോ ഇതിന്റെ രോഗം ഉണ്ടാകുമ്പോ എവിടെയാ ടിഷ്യൂ ചേഞ്ചസ് ഉണ്ടാകുന്നത്? സ്ഥൂല ശരീരത്തിലാണ്. അപ്പൊ സ്ഥൂല ശരീരത്തില് ടിഷ്യൂ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിരിക്കുന്ന ഒരാള് നമ്മള് പിന്നെ ആ ടിഷ്യൂ ചേഞ്ചസ് റിപ്പയർ ചെയ്ത് വരാനൊരു താമസം. അപ്പൊ നമ്മളിങ്ങനെ അടുപ്പിച്ച് റിപ്പീറ്റ് ചെയ്ത് മെഡിസിൻ കൊടുക്കാൻ പാടില്ല. അങ്ങനെയുള്ള ദിവസമില്ല. അപ്പൊ ടിഷ്യൂ ചേഞ്ചസ് വരുന്ന കേസുകളിൽ ഈ അബോർസം 248 ആപ്ലിക്കബിൾ അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ടിഷ്യൂവിന് വ്യതിയാനം വരുത്തിയിട്ടുണ്ടെങ്കിൽ രോഗോന്മേഷം വരുത്താൻ അതിനൊരു സമയം വേണം. ആവശ്യമായ വരുന്ന സമയം നമ്മൾ ഔഷധം ഇങ്ങനെ പുറകെ കൊടുത്തോണ്ടിരുന്നാൽ അത് അപ്സെറ്റ് ആകും, നമ്മുടെ ചികിത്സ ഫലിക്കത്തില്ല. അപ്പൊ നമ്മൾ അവിടെയൊക്കെ കുറച്ചൊരു എന്താ പറയാ, നമ്മൾക്ക് വെറുതെ ഇരിക്കുമല്ലല്ലോ, നമ്മൾ ഡോക്ടർ എന്ന് പറയുന്ന രണ്ടു പേരും നമ്മൾ അവിടെ കുറച്ച് ശ്രദ്ധിച്ചിട്ട് കൊടുക്കാവുള്ളൂ. എല്ലാവരും ചുമ്മാ ഇങ്ങനെ വാരി കൊടുക്കരുത്. പക്ഷെ അല്ലാതെ പ്രയോളജി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അടുപ്പിച്ച് മെഡിസിൻ കൊടുക്കാം, കുറവ് കിട്ടും. പിന്നെ ഇതൊക്കെ പറഞ്ഞാലും വീണ്ടും ഒന്നുകൂടെ പറയാം, ഇതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഞാൻ എല്ലാം പറയുന്നത് തുടക്കക്കാരെ ഉദ്ദേശിച്ച് തന്നെയാണ്. തുടക്കം സീനിയർ ഡോക്ടർമാരെ എല്ലാം ഞാൻ ഉപേക്ഷിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം അവർക്കൊക്കെ ഇതിന്റെ ഒന്നും ആവശ്യം വരാൻ കാര്യം. തുടക്കക്കാരെ ഞാൻ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു 100 താഴെ മെഡിക്കൽ ഔഷധം നന്നായിട്ട് പഠിച്ചാൽ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചാൽ മതി. പലരോടും ചോദിച്ചാൽ നമ്മൾ പറയാതെ ഇരിക്കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 100 താഴെ ഔഷധങ്ങൾ മനസ്സിൽ വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് പ്രാക്ടീസ് ചെയ്യാം, യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു 100 താഴെ ഔഷധങ്ങൾ നന്നായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് തന്നെ പറയുക. ഇപ്പൊ ഇത് ഇൻട്രഡക്ഷനിൽ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇൻട്രഡക്ഷനിൽ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഞാനിത് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല ആൾക്കാർക്കും ഞാനിത് മുമ്പ് വിശദീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഹോമിയോപ്പതി വെറുതെ ഇങ്ങനെ മരുന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ വെറുതെ വന്ന് ഇങ്ങനെ നമ്മളെ ഇത് പറയുന്നു. അപ്പൊ ഞാൻ അതിനെ കൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇത് പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കൃത്യമായി ഹോമിയോപ്പതി ഔഷധം ആവർത്തിക്കുന്ന അശാസ്ത്രീയമല്ല, ശാസ്ത്രീയമാണ്. അതിന് ശാസ്ത്രീയ തത്വങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കും ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോവുക. ഇനി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ ക്ലിനിക്കൽ ടിപ്സിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് നിർത്താം ഇന്നത്തെ ക്ലാസ്. കഴിഞ്ഞ പ്രാവശ്യം ഹാൻസില് ഷാപ്പിട, അതായത് കൈവെള്ള വിണ്ട് കീറി നമ്മുടെ അടുക്കൽ ആൾക്കാർ വരാറുണ്ട്. അതിന് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ സൾഫ്യൂറസ് ആസിഡ് ഗ്ലിസറിൻ ചേർത്ത് പുറമേ പുരട്ടാം. അതോടൊപ്പം തന്നെ നൈട്രൻ കാർബ് തെറപ്പി ആൾട്ടർനേറ്റ് വിത്ത് പെട്രോളിയം തെറപ്പി കൊടുത്താൽ കുറവ് വരും. കൈവെള്ളയ്ക്കകം വിണ്ട് കീറി വരുന്ന കേസുകളാണ് ഞാൻ പറയുന്നത്. കൈവെള്ളയ്ക്കകത്ത് വിണ്ട് കീറി ഹാൻഡ് ഷാപ്പിഡ് എന്ന് പറയുന്ന അവസ്ഥ വരുമ്പോൾ സൾഫ്യൂറസ് ആസിഡ് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുക, ഗ്ലിസറിൻ ചേർത്ത് പുറമേ പുരട്ടുക, കൊടുക്കുക എന്നുള്ളതല്ല, പുറമേ പുരട്ടുക. നൈട്രൻ കാർബ് തെറപ്പി ആൾട്ടർനേറ്റ് ചെയ്ത് പെട്രോളിയം തെറപ്പി. പിന്നെ ഉള്ളത് ഹെഡ്ലൈസർ. നമുക്കറിയാം തലയിൽ പെയിൻ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ചിലരുടെ ശരീരത്തിലും പെയിൻ കാണാറുണ്ട്. നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ സോറിനും 200 ആൾട്ടർനേറ്റ് ചെയ്ത് നൈട്രംബൂർ തെറപ്പിയാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത്. സോറിനും 200 ആൾട്ടർനേറ്റ് ചെയ്ത് നൈട്രംബൂർ തെറപ്പി കൊടുക്കുന്നു. സബാൻഡില ടിഞ്ചറും സ്റ്റാഫിസാക്കില ടിഞ്ചറും കൂടെ മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർത്ത് ദിവസവും തലയും മേലും കഴുകാനും പറയും. അതാണ് നമ്മൾ ഹെഡ്ലൈസ് അല്ല, ചിലപ്പോൾ ചിലരുടെ ശരീരത്തിലും കാണാറുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ധാരാളം ആൾക്കാർ എൻ്റെ അടുക്ക് പണ്ട് വരാറുണ്ട്. ഇപ്പോഴൊന്നും അങ്ങനെ കാണുന്നില്ല. നേരത്തെ ഒക്കെ ഇങ്ങനെ ശരീരത്തിലൊക്കെ പേനൊക്കെ ആയിട്ട് ആൾക്കാർ വരാറുണ്ട്, ഇപ്പൊ കാണുന്നില്ല കേട്ടോ. പിന്നെ ഉള്ളത് ലിൻറ്റീരിയ എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഭക്ഷണം ദഹിക്കാതെ വയറിളയിൽ പോവുക എന്നുള്ള. അത് ഒരു ക്രോണിക് ഡിസീസാണ്. അക്യൂട്ട് ഡിസീസ് നമുക്ക് പെട്ടെന്ന് മാനേജ് ചെയ്ത്, ലിൻറ്റീരിയ എന്ന് പറയുന്ന ഒരു ക്രോണിക് അവസ്ഥയാണ്.
എന്നാ സാറേ ഒരു ഭക്ഷണം ലിൻറ്റീരിയ LIENGERIA ലിൻറ്റീരിയ എന്ന് പറഞ്ഞാൽ ഭക്ഷണം ദഹിക്കാതെ വയറിളകി പോകുന്ന അവസ്ഥയാണ്. ഇത് അക്യൂട്ട് അവസ്ഥയുണ്ട്. അക്യൂട്ട് അവസ്ഥ നമുക്ക് പെട്ടെന്ന് ചൈനയോ വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് മാറും. പക്ഷെ ക്രോണിക് അവസ്ഥയിലേക്ക് വരുമ്പോൾ ചൈന ആൾട്ടർനേറ്റ് ചെയ്ത് ഫെറമെറ്റ് കൊടുത്ത് തട്ടം വീഴും. അപ്പോൾ ലിൻറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് പെംബിഗസം. പെംബിഗസം എന്ന് പറയുന്ന രോഗം എന്താന്ന് ചോദിച്ചാൽ തീപ്പൊള്ളൽ പോലെ, തീപൊള്ളി കുളയ്ക്കുന്ന പോലെ ഓരോ പരുക്കൾ ശരീരത്തിന്റെ അങ്ങും ഇങ്ങും ഉണ്ടായിട്ട് വരുന്ന അവസ്ഥയാണ് പെംബിഗസ് എന്ന് പറയും. ധാരാളം ഈ ഓൾഡ് ഏജിലൊക്കെ ആകുമ്പം ചില ആൾക്കാർ അങ്ങനെ വരാറുണ്ട്. ഓൾഡ് ഏജിലൊക്കെ ആകുമ്പോൾ പെംബിഗസ് അല്ല, പിള്ളേരും വരാറുണ്ട്. അതല്ല ഞാൻ പറഞ്ഞു, ഓൾഡ് ഏജിലൊക്കെ ധാരാളം പറഞ്ഞു പെംബിഗസ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പെംബിഗസ് ആണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഇവിടെയൊക്കെ മുഴച്ച് ഇങ്ങനെ പിഴിപൊള്ളി കുമളച്ച പോലെ വരുന്ന അവസ്ഥയാണ് പെംബിഗസ്. പെട്ടെന്ന് ഉണ്ടാകുന്ന കേസിൽ റെസ്റ്റോയ്സ് 1 സിംഗിൾ ഡോസ് ആണ് സാധാരണ കൊടുത്തിട്ട് അതിന്റെ പിന്നാലെ കാരിമൂറാകുക. ശരിക്ക് പെട്ടെന്നുണ്ടാകും. രോഗം പഴകിയിട്ടാണ് വരുന്നതെങ്കിൽ, അങ്ങനെ മിക്കവാറൊക്കെ നമ്മുടെ ഇടയ്ക്ക് പലരും ചികിത്സ കഴിഞ്ഞിട്ടാണ് വരാറ്. അങ്ങനെ പഴകിയിട്ട് വരുന്ന കേസുകളാണെങ്കിൽ ആഴ്സനിക് ആൽബ് തെറാപ്പി 3 നേരം വീതം കൊടുക്കും. ആഴ്സനിക് ആൽബ് തെറാപ്പി 3 നേരം TDS ആയിട്ട് കുറച്ചു കാലം. ഇപ്പൊ പെംബിഗസ് എന്ന് പറയുന്ന അവസ്ഥ ഇതാണ്. തീ പൊള്ളി കുമളത്തെ പോലെ നമ്മുടെ ശരീരത്തിന്റെ അവിടെ ഇങ്ങനെ വരുന്ന അവസ്ഥയാണ്. പിന്നെ ഉള്ളത് പൊട്ടാമിൻ പോയിസണിങ്. പൊട്ടാമിൻ പോയിസണിങ് എന്ന് പറഞ്ഞാൽ ചില ഭക്ഷണ സാധനങ്ങൾ നിന്നുണ്ടാകുന്ന വിഷബാധയാണ് പൊട്ടാമിൻ പോയിസണിങ് എന്ന് പറയുന്നത്. സാധാരണ പച്ചക്കറികളിൽ നിന്നുണ്ടാകുന്നതാണെങ്കിൽ ബെൽഡോണ തെറാപ്പിയാണ്. പച്ചക്കറികളിൽ നിന്ന് പൊട്ടാമിൻ പോയിസൺസ് അനുഭവപ്പെട്ടാൽ അത് ഭക്ഷണ സാധനങ്ങളിൽ നിന്നുണ്ടാകുന്ന പോയിസണസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പച്ചക്കറികളിൽ നിന്നാണെങ്കിൽ ബെൽഡോണ തെറാപ്പി. മോശമായ മീൻ ഉപയോഗിച്ചതിന് ശേഷം വരുന്നതാണ് കാർബോഹൈഡ്രേറ്റ് തെറാപ്പി. കേടായ ഇറച്ചി ഉപയോഗിച്ചിട്ട് വരികയാണെങ്കിൽ ആഴ്ചയിൽക്കാൽ. ഇപ്പൊ പൊട്ടാമിൻ പോയിസണിൽ കേടായ പച്ചക്കറികൾക്ക് ബെൽഡോണ, മീൻ ഉപയോഗിച്ച കാർബോഹൈഡ്രേറ്റ്, ഇറച്ചി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആഴ്സാൻ. പിന്നെയുള്ളത് സിയാറ്റിക്ക. സിയാറ്റിക്ക എന്ന് പറയുന്നത് സയാറ്റിക് നെർവിലുള്ള വേദനയാണ്. സിയാറ്റിക് വേദന ഇത് സാധാരണ ചില ആളുകളിൽ കുറച്ചുകൂടി മുകളിലോട്ട് കയറി നിതംബത്തിന്റെ ഭാഗം മുതൽ തുടയിലേക്ക് വ്യാപിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതും സിയാറ്റിക് പെയിൻ തന്നെയാണ്. അതായത് സിയാറ്റിക്കയുടെ അപ്പർ പാർട്ടിലേക്ക് കൂടി അത് പോകാറുണ്ട് ചില കേസുകൾ. വളരെ കുറച്ച് കേസുകളിലൊക്കെ അങ്ങനെ നമുക്ക് കാണാം. അതൊക്കെ സിയാറ്റിക്കയിൽ തന്നെ നമ്മൾ പെടുത്തുന്നു. ഇത് ചെറുപ്പക്കാർക്ക് തണുപ്പേറ്റതിൽ നിന്നുണ്ടാകുന്നതാണെങ്കിൽ അക്വണൈറ്റ് തെറാപ്പി റിപ്പീറ്റഡ് ഡോസ്. മാംസപേശികൾ ചെറുതായി പോയതുപോലെ തോന്നുകയും ഇരിക്കുമ്പോൾ വലിയ വേദനയും നടക്കുമ്പോൾ അല്പസുഖവും കിടക്കുമ്പോൾ പൂർണ്ണമായും ശമനവും ഉണ്ടാകുന്ന കേസുകളിൽ ഓറം ന്യൂരാറ്റിക്കം തെറാപ്പി റിപ്പീറ്റഡ് ഡോസ്. ഞാൻ ഒന്നുകൂടെ പറയാം. മാംസപേശികൾ ചെറുതായി പോയതുപോലെ തോന്നുക, ഇരിക്കുമ്പോൾ വലിയ വേദന, നടക്കുമ്പോൾ അല്പസുഖം, കിടക്കുമ്പോൾ പൂർണ്ണമായും ശമനം, ഓറം ന്യൂരാറ്റിക്കം തെറാപ്പി റിപ്പീറ്റഡ്. തണുപ്പിൽ നിന്നോ നനഞ്ഞതിൽ നിന്നോ വലിയ വേദന, ചുരുങ്ങുന്ന പോലെയുള്ള വേദന, കൊളോസിൻ തെറാപ്പി റിപ്പീറ്റ്. തണുപ്പിൽ നിന്നോ നനഞ്ഞതിൽ നിന്നോ ചുരുങ്ങുന്നത് പോലെ വേദന അനുഭവപ്പെട്ടാൽ കൊളോസിൻ തെറാപ്പി റിപ്പീറ്റഡ്. ഞരമ്പ് വഴി വേദനയും മരപ്പും കോച്ചലും ഇടവിട്ട് മരപ്പും വേദനയും ഉണ്ടാകുമ്പോൾ ഗ്നാഫാലിനം തെറാപ്പി. ഞരമ്പ് വഴി വേദനയും മരപ്പാണ് അവിടെ ഏറ്റവും പ്രധാനം. മരപ്പ് ഞാൻ മുമ്പ് ഈ ഗ്നാഫാലിനെ എടുത്തപ്പോൾ തന്നെ ഞാൻ മരപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഞരമ്പ് വഴി വേദനയും മരപ്പും കോച്ചലും ഇടവിട്ട് മരപ്പും വേദനയും ഉണ്ടാകുന്ന അവസ്ഥയ്ക്കാണ് ഗ്നാഫാലിനം തെറാപ്പി റിപ്പീറ്റഡ്. പിന്നെ മഴക്കാലത്തും രാത്രിയിലും വിശ്രമിക്കുമ്പോഴും വേദന, നടക്കുമ്പോൾ അല്പം കുറവ് വരുന്നു. മഴക്കാലത്തും രാത്രിയിലും വിശ്രമിക്കുമ്പോഴും വേദന, നടക്കുമ്പോൾ കുറവ് വരുന്നെങ്കിൽ റെസ്റ്റോയ്സ് 1 റിപ്പീറ്റഡ് ഡോസ്.
റെസ്റ്റ് ഡോസ് 1 റിപ്പീറ്റ് ഡോസ് എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ പ്ലസിംഗ് ആണ് കൊടുക്കുന്നത്. പ്ലസിംഗ് മെത്തേഡാണ് കുറച്ചുകൂടെ ഉണ്ടാവുക. ഡ്രോപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ തിയറി അനുസരിച്ച് അത് എല്ലായിടത്തും അത് തന്നെ ഉണ്ടാവും. എങ്കിൽ പോലും നമ്മുടെ ഒരു ഇതനുസരിച്ച് അങ്ങനെ കൊടുക്കാറുള്ളൂ. റിപ്പീറ്റഡ് ഡോസ് ആയിട്ട് എണ്ണം. പിന്നെ വലത്ത് ഭാഗത്ത് വേദന ഉച്ച കഴിഞ്ഞ് 4 മണിയോടുകൂടി അധികരിക്കുക. ലൈക്കോപോഡിയം 30 റിപ്പീറ്റഡ് ഡോസ്. വലത്ത് ഭാഗത്ത് വേദന ഉച്ച കഴിഞ്ഞ് 4 മണിയോടുകൂടി അധികരിച്ചാൽ ലൈക്കോപോഡിയം 30 റിപ്പീറ്റഡ് ഡോസ്. പിന്നെ വലത്ത് ഭാഗത്ത് ഞരമ്പിന്റെ ആരംഭത്തിങ്കല് വേദന നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കൂടുതൽ, അനങ്ങാതെ നിൽക്കുമ്പോൾ അല്പം കുറവ്. ഈ മിക്കവാറും ഒക്കെ സ്കാൻ ചെയ്ത് വരുമ്പോൾ സ്റ്റാറ്റിക് നോച്ചിൽ ഫാറ്റ് അടിഞ്ഞിട്ട് കംപ്രഷൻ കാണാറുണ്ട്. ഇത്തരം കേസുകളിൽ വെറൈറ്റ കാർബ് ആൾട്ടർനേറ്റീവ് ഡയസ്കോറിയ, വെറൈറ്റ കാർബ് 30 ആൾട്ടർനേറ്റീവ് ഡയസ്കോറിയ. അതായത് ഏറ്റവും കൂടുതൽ സ്റ്റാറ്റിക് നോച്ചിനകത്ത് ഫാറ്റ് അടിച്ചിട്ട് അവിടെ കംപ്രഷൻ വന്നതിന് ശേഷം ഉണ്ടാകുന്ന വേദനകൾക്കാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. ചില ആളുകൾ അങ്ങനെ കംപ്രഷൻസിൽ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു ഉള്ളത് പ്രായവും ക്ഷീണവും കൂടുതലുള്ളവർക്ക് തളർച്ചയോടുകൂടി ഉണ്ടാകുന്ന സ്റ്റാറ്റിക് പെയിന് ആഴ്സാൽപ്പ് 30. പ്രായവും ക്ഷീണവും കൂടുതലാണ്, തളർച്ചയോടുകൂടി പറയുന്ന കേസുകളിൽ ആഴ്സനിക് ആൽബ് 30. പിന്നെ ഇൻഫ്ലുവൻസയ്ക്ക് ശേഷം അനുഭവപ്പെടുന്ന രോഗം, ഇൻഫ്ലുവൻസയ്ക്ക് ശേഷം അനുഭവപ്പെടുന്ന ആഴ്സനിക്കം സൾഫുറേറ്റം റൂബറം തെറപ്പി. ഇൻഫ്ലുവൻസയ്ക്ക് ശേഷമുള്ളതിന് ആഴ്സനിക്കം സൾഫ്യൂറേറ്റം റൂബറം തെറപ്പി. ഇടത്തെ തുടയുടെ സന്ധി ഉളുക്കിയതുപോലെയുള്ള വേദന, ഹിപ് ജോയിന്റില് ഉളുക്കിയതുപോലെയുള്ള വേദന വരുന്ന കേസുകളിൽ ഐറിസ് വെർസിക്കോള 30 റിപ്പീറ്റഡ്. ഇടത്തെ തുടയുടെ സന്ധി ഹിപ് ജോയിന്റിൽ ഉളുക്കിയതുപോലെയുള്ള വേദന ഐറിസ് വെർസിക്കോള 30 റിപ്പീറ്റഡ്. മിന്നല് പോലെയുള്ള വേദനയും വേദന ക്രമമായ സമയത്ത് വരികയും വീണ്ടും നിൽക്കുകയും ചെയ്യുമ്പോൾ കാർബോണിയം സൾഫ്യൂറേറ്റും. മിന്നല് പോലെയുള്ള വേദന ക്രമമായ സമയത്ത് വരികയും അത് നീണ്ടു നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് കാർബോണിയം സൾഫ്യൂറേറ്റും 30 റിപ്പീറ്റഡ്. ഞരമ്പുകൾക്ക് വലിയ വേദനയും സ്പർശിക്കുമ്പോൾ പോലും വൃക്കകളിൽ വലിയ വേദനയും അനുഭവപ്പെട്ടാൽ ടെർബിന്തിന 30 റിപ്പീറ്റഡ്. ഞരമ്പുകൾക്ക് വലിയ വേദന ഉണ്ടാവുക, സ്പർശിക്കുമ്പോൾ പോലും വൃക്കകളിൽ വലിയ വേദനയും ഉണ്ടായി കഴിഞ്ഞാൽ ടെർബിന്തിന 30 റിപ്പീറ്റഡ്. ചുമയ്ക്കുമ്പോൾ വേദന തുടവഴി കാൽപാദം വരെ പാഞ്ഞു പോകുന്ന അവസ്ഥ വന്ന് കാപ്സിക്കം 30 3 AM സിയാറ്റിക് വേദന കൂടുതലായി അനുഭവപ്പെടുന്ന ആളുകളിൽ കാലികാർബ് 30 റിപ്പീറ്റഡ്. വലതു ഭാഗത്ത് മിന്നൽ പോലെയുള്ള വേദനയും ചൂടുകണ്ട ആശ്വാസവും വന്നാൽ മൈഫോസ് 30. വലതു ഭാഗത്ത് മിന്നൽ പോലെ വേദനയും ചൂടുകൊണ്ട് ആശ്വാസവും വന്നാൽ മൈഫോസ് 30. വേദന കിടക്കുമ്പോഴും നടക്കാൻ ആരംഭിക്കുമ്പോഴും കൂടുതലും വേദന മൂലം ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയും വരികയാണെങ്കിൽ ജൽസീമിയം 30. വേദന കിടക്കുമ്പോഴും നടക്കാൻ ആരംഭിക്കുമ്പോഴും വേദന മൂലം ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയും വരികയാണെങ്കിൽ ജൽസീമിയം 30 റിപ്പീറ്റഡ്. അരയുടെ ഭാഗത്ത് മാത്രമായി വേദന ഉണ്ടാവുക, അരയുടെ ഭാഗത്ത് മാത്രം. സ്റ്റാറ്റിക് പെയിന് വേറെ മുകളിലോട്ടും താഴോട്ടൊന്നും വ്യാപിക്കാതെ അരയുടെ ഭാഗത്ത് മാത്രം ഉണ്ടാവുന്ന അവസ്ഥയ്ക്ക് അപ്പോസൈനം 30 റിപ്പീറ്റഡ്. അപ്പോസൈനം 30 റിപ്പീറ്റഡ്. സ്പർശിക്കുമ്പോൾ ഇടിച്ചു നിൽക്കിയ പോലെയുള്ള വേദന, തൊടുമ്പോ ഇടിച്ചു നിൽക്കിയ പോലെയുള്ള വേദന കണ്ടാല് റൂട്ട 30. കുനിയുമ്പോഴും ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും വേദന കണ്ടാൽ നൈട്രസ് സൾഫ് റിപ്പീറ്റഡ് ഡോസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും സിയാറ്റിക് പെയിനുമായിട്ട് ബന്ധപ്പെട്ട് വരും. ധാരാളം കേസുകൾ ഇപ്പൊ സിയാറ്റിക് പെയിനുമായിട്ട് നമ്മുടെ ഒക്കെ വരാറുണ്ട്. നമുക്ക് ഒരുമാതിരി
നന്നായിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെ CRT. അടുത്തത് സിവിയർ ഗ്യാസ് പോയിസണിങ്. സിവിയർ ഗ്യാസ് പോയിസണിങ് എന്ന് പറഞ്ഞാല് സിവർ SCWER സിവിയർ ഗ്യാസ് പോയിസണിങ് എന്ന് പറയുന്നത് ഓട, ചതുപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ദുർഗന്ധം ഏറ്റതിനാൽ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് നമ്മൾ സിവിയർ ഗ്യാസ് പോയിസണിങ് എന്ന് പറയാം. ശരിക്ക് ഇതില് ബാപ്റ്റിഷ്യ 3X ആൾട്ടർനേറ്റ് ഫൈറ്റിലൊക്ക തേർത്തിയാണ്. അപ്പൊ ഓട, ചതുപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ദുർഗന്ധമേറ്റ് അസുഖങ്ങളുമായിട്ട് വരുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഈ അവസ്ഥ പറയുന്നത്. ബാപ്റ്റിഷ്യ 3X ആൾട്ടർനേറ്റ് ചെയ്ത് ഫൈറ്റിലൊക്ക തേർത്തിയാണ്. വോയിസ്, ശബ്ദത്തിന്റെ വോയിസ് നമുക്കറിയാം. ഇന്ന് എല്ലാ ആൾക്കാരും ശബ്ദമായിട്ടാണ് അല്ലെ. ശബ്ദം, അധികം ശബ്ദം ഉപയോഗിച്ചതിനാൽ മിക്കവാറും ഒക്കെ സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ ധാരാളമായിട്ട് അവർക്ക് ശബ്ദം കുറവ് വരുന്നതിൽ ഇവിടെ ആർണിക്ക 30 സ്പീക്കേഴ്സ്. അധിക ശബ്ദം ഉപയോഗിച്ചതിനാൽ ഉണ്ടാകുന്ന ശബ്ദ കുറവിന് ആർണിക്ക 30. നീർവീഴ്ചയെ തുറച്ച് ഉണ്ടാകുന്ന ശബ്ദമില്ലായ്മയാണെങ്കിൽ അവിടെ കോസ്റ്റിക്കം തേർട്ടി. ചില ആളുകളിൽ മെൻസസ് സമയത്ത് ഉണ്ടാകുന്ന ശബ്ദ ഇടർച്ച, അങ്ങനെ മെൻസസ് സമയത്ത് ശബ്ദ ഇടർച്ചയായിട്ട് വരാവുന്ന ആളാണെങ്കിൽ അവർക്ക് ജൽസീമിയം തേർട്ടി. കനത്ത ചൂട് ഏറ്റതിന് ശേഷം ഉണ്ടാകുന്ന ഒച്ചടപ്പിന് ആന്റിമണിയം ക്രൂഡം തേർട്ടി. ഇതെല്ലാം റിപ്പീറ്റഡ് ഡോസാണ് കൊടുക്കുന്നത്. ശബ്ദതന്ത്രികൾ, അതായത് വോക്കൽ കോഡ്സിന്റെ ബലക്ഷയം മൂലമുണ്ടാകുന്ന ഒറ്റ പതർച്ചയ്ക്ക് ഓക്സാലിക് ആസിഡ് തേർട്ടി. വോക്കൽ കോഡ്സിന്റെ ബലക്ഷയം മൂലം ഉണ്ടാകുന്ന ഒറ്റ പതർച്ചയ്ക്ക് ഓക്സാലിക് ആസിഡ് തേർട്ടി. അമിത ക്ഷീണവും മെലിച്ചിലോടും കൂടി ശബ്ദക്കുറവ് അനുഭവപ്പെട്ടാൽ, അമിത ക്ഷീണവും മെലിച്ചിലോടും കൂടി ശബ്ദം കുറവ് അനുഭവപ്പെട്ടാൽ അയഡം. പഴകിയ ശബ്ദക്കുറവ്, കുറച്ച് ക്രോണിക് ആയിട്ടുള്ള ശബ്ദക്കുറവിന് വരുമ്പോൾ ബെറൈറ്റ കാർബ് വണ്ണം വീക്കിലി വൺസ്. അടുത്തത് വെർട്ടിഗോ. വെർട്ടിഗോ സാധാരണ തലചുറ്റലിന് നമുക്ക് സാധാരണ വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ ജൽസീമിയം തേർട്ടി കൊടുക്കാം. പിന്നെ എഴുന്നേൽക്കുമ്പോൾ തല കറങ്ങി മുന്നോട്ട് വീഴാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ബ്രയോണിയ 30 ആണ് കൊടുക്കുക. ഞാൻ ബ്രയോണിയ 30 കൊടുക്കുന്നത് വളരെ കുറവാണ്. ബ്രയോണിയ 1 ഒരു ദിവസം തന്നെ കൊടുക്കാറ്. 30 അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാറില്ല. കാരണം ചിലപ്പോൾ അത് ബ്രോങ്കൈറ്റിസ് ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനത് കൊടുക്കാറില്ല. എഴുന്നേൽക്കുമ്പോൾ തല കറങ്ങി മുന്നോട്ട് വീഴാൻ തുടങ്ങുന്ന കേസുകളിൽ ബ്രയോണിയ 1 ഒരു ഡോസ് കൊടുക്കാം. അതുകൊണ്ട് പിന്നെ നട കയറുമ്പോഴും മേൽപോട്ട് നോക്കുമ്പോഴും ഉണ്ടാകുന്ന തലകറക്കത്തിന് കാൽക്കരിയ കാരണം. കീഴ്പോട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന തലകറക്കം നമുക്കറിയാം ബോറാക്സ്. പിന്നെയുള്ളത് നടക്കുമ്പോൾ വായനയ്ക്ക് ശേഷവും തിരിയുമ്പോൾ ചുമക്കിൽ നിന്ന് ആരംഭിച്ച് വായുന്ന ഇതിന്, അതായത് നടക്കുമ്പോൾ വായനയ്ക്ക് ശേഷം തിരിയുമ്പോൾ അല്ലെ നമ്മുടെ ആമാശയത്തിൽ നിന്ന് ചുമക്കിൽ നിന്നുള്ളതുപോലെ ഒരു തോന്നലോട് കൂടി ഉണ്ടാകുന്ന തലകറക്കത്തിന് കാലിക്കാർബ്. വയറ്റിലെ അസുഖം മൂലം ഉണ്ടാകുന്ന തലകറക്കം അക്സോമിക്ക. വട്ടത്തിൽ കറങ്ങുന്നത് പോലെയുള്ള തലച്ചല് ഓക്കുലസ് ഇൻഡിക്കസ്. കിടക്കയിൽ തിരിഞ്ഞു കിടക്കുമ്പോൾ ഉണ്ടാകുന്ന തലകറക്കത്തിന് ബെൽഡോണ. കിടക്കുമ്പോൾ വട്ടത്തിൽ കറങ്ങുന്ന പോലെ തോന്നിയാൽ കോണിയം മൗട്ടി. കോൺസ്റ്റിപ്പേഷനോട് കൂടി അല്ല മലബന്ധത്തോടു കൂടി ഉണ്ടാവുന്ന തലകറക്കാണെങ്കിൽ നൈട്രം. അപ്പൊ ഇവിടെ ഞാനിവിടെ നിർത്തുവാണ്. ഇനി വാക്സിനേഷനെ കുറിച്ചുള്ള അടുത്ത പ്രാവശ്യം പറയാം. ഇവിടെ നമുക്ക് നിർത്താം. ഞാൻ ഈ പറഞ്ഞ ഭാഗത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, ഇപ്പൊ 10:24 ഇനി 6 മിനിറ്റേ ഉള്ളൂ. ഞാൻ കയറി പോയിട്ട് കാര്യമില്ലല്ലോ. ഈ പറഞ്ഞ ഭാഗത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്താ പറഞ്ഞേ?
ഇപ്പം അവസാനം പറഞ്ഞ വിത്ത് കോൺസ്റ്റിപ്പേഷൻ മലബന്ധത്തോട് നൈറ്റ് റിമൂവ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാം. ഞാൻ കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതെ, അങ്ങനെ ചോദിക്കാവൂടെ, അല്ലെങ്കിൽ എനിക്ക് എല്ലാം ഓർമ്മ വരത്തില്ല. ഞാൻ പ്രായം ഒത്തിരി ആയ ആളാണ് കേട്ടോ. ഹാൻഡ് റൈസ് ചെയ്യണേ. ലതാ മനോഹരൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തോളൂ. ലതാ മനോഹരൻ ഡോക്ടർ. നന്ദി മറിയമ്മ ഡോക്ടറെ. നമസ്കാരം നമ്പർ സാറേ. നമസ്കാരം. ഇന്നത്തെ വിഷയം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ട് 2 വാക്ക് ചോദിക്കാന്ന് വിചാരിച്ചു. പ്രകൃതിയുടെ നിയമങ്ങള്, പഞ്ചതന്മാത്രകള്, പഞ്ചീകൃത പഞ്ചഭൂതങ്ങള്, അതിനെക്കുറിച്ചൊക്കെ സാറൊരു ബ്രീഫായിട്ട് തന്നെ എന്നാലും ഒരു ഇൻട്രഡക്ഷൻ പോലെ പറഞ്ഞ കാര്യങ്ങൾ വളരെ വളരെ ഹോമിയോപ്പതിയായിട്ട് യോജിപ്പിച്ചപ്പോൾ സൂക്ഷ്മ ശരീരവും ശബ്ദത്തിന്റെ പ്രാധാന്യവും നമ്മൾ ഉച്ചരിക്കുന്ന ശബ്ദം ആ മരുന്നിനെ എങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ ശരീരത്തിനെ എങ്ങനെ ബാധിക്കുന്നു, രോഗത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നെല്ലാം റിലേറ്റ് ചെയ്ത് സംസാരിച്ചപ്പോൾ അതൊരു പുതിയ ഒരു വഴിത്തിരിവ് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് സാർ ഇതിനെപ്പറ്റി കൂടുതൽ ഇനിയും ക്ലാസ് എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് മാത്രം പറയാനാ. ശരിക്കും പറഞ്ഞാൽ അത് ക്ലാസ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഇൻട്രസ്റ്റ് ആവണമെന്നില്ല. എനിക്ക് ഒരു പക്ഷേ കുറച്ചുകൂടിയൊക്കെ എടുക്കാൻ പറ്റുമായിരിക്കും. അതുകൊണ്ട് പേഴ്സണലായിട്ട് ചോദിച്ചാൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് എന്റെ നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി പറയാം. ശരി സാറേ, നന്ദി. നമസ്കാരം. നന്ദി ഡോക്ടറെ. സാറേ ഒരു സംശയം, ഈ പഞ്ചതന്മാത്രകള് 5 ഏതൊക്കെയായിരുന്നു സാറേ? ശബ്ദം, പഞ്ചതന്മാത്ര സാർ ഞാൻ ഇപ്പൊ പറയാം, പെട്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ശബ്ദം, രസം, ശബ്ദം, രൂപം, സ്പർശനം, ഗന്ധം, രസം. ഗന്ധരസം. ശബ്ദസ്പർശ രൂപരസഗന്ധം. അതെ അതെ. സ്മെല്ലും ടേസ്റ്റും ടച്ചും അല്ലേ? സ്പർശനം, ശബ്ദം, രൂപം, സ്പർശനം, ഗന്ധം, രസം. ഇനി സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. ഇനി നമുക്ക് 5 മിനിറ്റേ ഉള്ളൂ. 5 അല്ല 3 മിനിറ്റേ ഉള്ളൂ. എന്നാലും ആർക്കെങ്കിലും ഒന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. എന്തായാലും സാറ് പറഞ്ഞ പോലെ എല്ലാം നല്ല വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. വളരെ അതിശയമായി ആണ് അത് കേട്ടുകൊണ്ടിരുന്നത്. ഒരു വിളക്കിൽ നിന്നുള്ള പ്രകാശം വേറൊരു വിളക്കിലോട്ട് പകർന്നാല് ആ ശക്തി അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ള ആ തത്വം വളരെ നല്ലപോലെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് തോന്നി സാറേ, പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ, അത് ഇതിനകത്ത് സാറ് കൊണ്ടുവന്ന് ഒന്നിനകത്തുനിന്ന് വേറൊരു മീഡിയത്തിലോട്ട് മാറിയാൽ അത് പൂർണ്ണമായിരിക്കും എന്ന് സാറ് സമർത്ഥിച്ച്. അപ്പോൾ ഏത് മീഡിയത്തിലോട്ട് എന്ത് നമ്മൾ കൊടുത്താലും അത് അവിടെയും പൂർണ്ണമാകുന്നു എന്നുള്ളതാണ് സാറ് വർണ്ണിച്ചത്. അതുകൊണ്ടാണ് ആവർത്തനത്തിൽ മരുന്നിന്റെ ഗുണം പോകുന്നില്ല. മരുന്നിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, മറ്റു മേഖലകളിലേക്കൊന്നും ഞാൻ പോയില്ല. നമ്മുടെ ആവർത്തനം 1000 ആവർത്തനത്തിലും 10000 ആവർത്തനത്തിലും മരുന്നില്ല എന്നൊരു തത്വം ചില ആൾക്കാർ പറയാറുണ്ട് നമ്മുടെ മുമ്പിൽ. അപ്പൊ അവരെ നമുക്കൊന്ന് തടയിട്ട് നിർത്തണമെന്നൊരു ഇങ്ങനെ ചെറിയ പൊടിക്കൈകൾ വേണം. അതുവേണ്ടി ഞാൻ ഹോമിയോ ഡോക്ടർമാരുടെ ഈ ഇതിനകത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതെ, അഫോറിസം കൂടെ സാർ അതിന് ഉപോത്ബലകമായിട്ട് അഫോറിസം കൂടെ സാറ് പറഞ്ഞല്ലോ. അപ്പൊ അതിനകത്ത് ഒരു എവിഡൻസും കൂടെ വന്നിരിക്കുകയാണ്. അതെ അതെ. എന്തായാലും നല്ലൊരു ഇതാണ് സാർ, നമുക്ക് അറിവാണ് സാർ നമുക്ക് തന്നിരിക്കുന്നത്. ഇത്രയും നമ്മൾ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാര്യങ്ങൾ പറയുന്നു എങ്കിലും ഇത്രയും ക്ലിയർ ആയിട്ട് ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായി. ലത ഡോക്ടർ, സാറിനൊരു നന്ദി പറയണേ. നമുക്കിനി 1 മിനിറ്റേ ഉള്ളൂ. സാറിനൊരു നന്ദി പറയാം. നന്ദി മറിയാമ്മ ഡോക്ടറെ.
ഡോക്ടർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ എൻ്റെ പേരിലും IAPSന്റെ പേരിലും ഇവിടെ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ നന്ദിയും നമസ്കാരവും പറയുന്നു. ഈ ക്ലാസ് കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് അത് സാറ് ഈ അഫോറിസവും കൂടെ കണക്ട് ചെയ്തതുകൊണ്ട് ഇത് വളരെ ഒരു മാറ്റത്തിന് കാരണമാകുമെന്നാണ് എനിക്ക് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അതുകൊണ്ട് സാർ ഈ കാര്യത്തിൽ ഇനിയും കൂടുതൽ ക്ലാസ് എടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. നന്ദി ഡോക്ടർ. എന്തായാലും നമ്മുടെ 1646 ദിവസം വളരെ നല്ല ഒരു ക്ലാസ്സാണ് സാറ് നമുക്ക് തന്നത്. വളരെ വ്യത്യസ്തമായ ക്ലാസ്സുകളാണ് സാറ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ പ്രയോജനമുള്ള, ജീവിതത്തിൽ നമുക്ക് ചിന്തിച്ചാൽ വളരെയധികം പ്രയോജനമുള്ള ക്ലാസ്സുകളുമാണ്. ഇത്രയും നല്ല ക്ലാസ് നമുക്ക് തന്ന ഡോക്ടർ PKK നമ്പൂതിരി സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള നല്ല ക്ലാസ്സുകളും ക്ലിനിക്കൽ ടിപ്സുമായിട്ട് വരണമെന്ന് സാറിനോട് അപേക്ഷിക്കുകയുമാണ്. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. 1646 സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.